നമസ്കാരമുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടരെല്ലാം കൂടെ കൂടി കോടതി പിടിച്ചിറക്കി അങ്ങ് വിട്ടു. SNDP ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സംഘടനയാണ് SNDP എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ചരിത്രത്തിൽ ഫസ്റ്റ് ടൈമാണിത്. പുള്ളിക്ക് നേരത്തെ ഇട്ട് മാറായിരുന്നു, പുള്ളി കടിച്ചു തൂങ്ങി കിടക്കുമായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് നമ്മുടെ ശിവഗിരിയിലെ സ്വാമി സച്ചിദാനന്ദ ഏതോ ഒരു ചാനലുകാർ വന്നപ്പം അത് നല്ല കാര്യമായെന്നുള്ളൊരു പ്രസ്താവന ഇറക്കി. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി രാഹുൽ ഗാന്ധി ഉടങ്ങോട്ട് വന്നപ്പം എന്തോ നിവേദനം കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പം രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല, ഈ സ്വാമിയും പറഞ്ഞിട്ടില്ല. പുള്ളി പിന്നോക്കക്കാർക്ക് പരിഗണന കൊടുക്കണമെന്നാണ് പറഞ്ഞായിട്ടാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ പോട്ടെ, പുള്ളി 6 പേരെഴുതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എന്താ തെറ്റെന്താ? പാണക്കാട് തങ്ങൾക്ക് എഴുതി കൊടുക്കാം, കാന്തപുരത്തിന് എഴുതി കൊടുക്കാം, AP സുന്നൈ എല്ലാവർക്കും എഴുതി കൊടുക്കാം. പിന്നെ സ്വാമിക്ക് എഴുതി കൊടുത്താൽ എൻ്റെ പ്രശ്നം എന്താ? പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ഈ അഭിപ്രായമായിരിക്കും. ഇനി മഠത്തിൻ്റെ ആണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? എന്താ? ഒരു പ്രശ്നമില്ല. കേരളം ആ ഗതിയിലേക്ക് പോയി. വെള്ളാപ്പള്ളി നടേശന് എഴുതി കൊടുത്തിട്ട് എന്തായി? ആരെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ? പുള്ളി തരാതരം മാറ്റി മാറ്റി പറയുമല്ലായിരുന്നോ? അതുകൊണ്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം അത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങയുടെ എന്തോ പൂർവ്വകാല ചരിത്രമോ അങ്ങേര് പെണ്ണുപിടിയനെന്നോ എന്തൊക്കെയോ ആക്കിക്കൊണ്ട് ഇപ്പം വെട്ടിക്കിളികളെല്ലാം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. 96 മുമ്പഴത്തെ SNDPയെ മാറ്റി എഴുതിയത് വെള്ളാപ്പള്ളി നടേശനാണ്. 96 മുമ്പഴത്തെ SNDPയുടെ വാലെ കെട്ടാൻ വെള്ളാപ്പള്ളി കൊള്ളത്തില്ല. വെള്ളാപ്പള്ളി ചെയ്തത് എന്താണ്? 96 കാലഘട്ടത്തിൽ നിന്നൊക്കെ ഞാനൊക്കെ യൂത്ത് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ് നടന്നതാണ്. അന്ന് യൂത്ത് മൂവ്മെൻ്റ് ഉള്ളപ്പോഴൊക്കെ ശാഖകളൊക്കെ ശക്തമായിരുന്നു. വെള്ളാപ്പള്ളി പുള്ളിയുടെ സൗകര്യത്തിനനുസരിച്ച് അതിനെ സൈബർ സേന എന്നും പറഞ്ഞങ്ങ് ആക്കി. ഇപ്പോൾ സൈബർ സേനയൊക്കെ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ ചീത്ത വിളിക്കാൻ എന്നെ 2018 ഒരുത്തൻ വന്നിട്ട് വലിയ ഭീഷണിയൊക്കെ ആയിരുന്നു. ശിവഗിരി വന്ന വെട്ടും ആ ഏരിയയിലുള്ളവനാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് പോകാത്ത വർഷമില്ല. ചില വർഷങ്ങളിലൊക്കെ ഞാൻ 2-3 പ്രാവശ്യം നാട്ടി വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ശിവഗിരി പോവും. വെട്ടുന്നവന് വെട്ടാം. ഇനി ഞൊട്ടണമെന്നുണ്ടെങ്കിൽ ഞൊട്ടിക്കോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്തിൻ്റെ പേരിലാണെന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് ഞൊട്ടിക്കോണം. പേടിയൊന്നുമില്ല ആ കാര്യത്തിൽ. ഇനിയും വരും, ശിവഗിരി വരും. നാട്ടിൽ വരാൻ പറ്റി അപ്പം വരും. ശിവഗിരി വരാത്ത നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് പോരില്ല. ചുരുക്കം ചില വർഷങ്ങളിലേ ഉള്ളൂ നമ്മൾ നാട്ടിൽ വന്നിട്ട് ശിവഗിരി നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സുഖമില്ലാതൊക്കെ ആയിട്ട് വന്നിട്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വരും. പിന്നെ ഈ സച്ചിദാനന്ദ സ്വാമിയുടെ എന്തോ ബന്ധങ്ങളുമായിട്ടൊക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നവർ, ഈ മഹേശൻ എന്ന് പറഞ്ഞ പുള്ളി ആത്മഹത്യ ചെയ്യുമ്പോൾ പുള്ളിയുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഈ തുഷാർ പള്ളി മുനപ്പിക്കാൻ പോയ കഥയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ട് പറഞ്ഞ കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ വെട്ടിക്കുളികൾ ആരും മിണ്ടത്തില്ല. മിണ്ടാൻ പറ്റത്തില്ലല്ലോ. മുതലാളിയുടെ അടുക്കളയിലല്ലേ ഇതുങ്ങളെല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് ഇനിയും നടേശന് പിന്നെ വരാൻ പറ്റും. പുള്ളി തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് വരാൻ പറ്റും. പുള്ളി ചെയ്ത 96 ശേഷം ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല പല ശാഖകളുണ്ടായിരുന്നു. ആ ശാഖകളെല്ലാം കൂടെ ഭിന്നിപ്പിച്ച് അതിനെ വീണ്ടും പിളർന്ന് യൂണിയനുകളൊക്കെ പിളർന്ന് ഇന്ന് കേരളത്തിൽ പല ശാഖകളും യൂണിയനുകളും അഡ്മിനിസ്ട്രേഷൻ ഭരണങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ എൻ്റെ നാട്ടിലൊരു കോളേജ് എന്നും പറഞ്ഞുകൊണ്ട് പാടമെല്ലാം കൂടെ മണ്ണടിച്ച് പകുതി നികത്തി ഒരു ബിൽഡിങ്ങിൻ്റെ ഫില്ലറും ഒക്കെ കെട്ടി ഇട്ടിട്ടുണ്ട്. അതിന് ഒരു കുറച്ചാൾ കഴിയുമ്പോൾ അത് താഴെ പോവും. എന്ത് പ്രയോജനം ഉണ്ടാക്കിയത്? ഒരു മനുഷ്യനൊരു പ്രയോജനം ഉണ്ടാക്കിയിട്ടില്ല. എന്തും വേണ്ടി ഈ SNDPക്കാരാണ് വെട്ടും കുത്തും കൊണ്ട് നടക്കുന്നു, പട്ടിണി കിടക്കുന്നു. എൻ്റെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടോ പുള്ളിയെ കൊണ്ട്? ഒരു ഉപകാരമില്ല. SNDP യോഗത്തിൻ്റെ പേരിലൊക്കെ തുടങ്ങാൻ, കോളേജൊക്കെ തുടങ്ങാനാണെന്നും പറഞ്ഞിട്ടൊക്കെ പുള്ളി വസ്തുവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. അതിന് ലാസ്റ്റ് പേര് വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ആവും. അതുകൊണ്ട് നമുക്കിപ്പം ആര് ഭരിച്ചാലും നമുക്ക് കുഴപ്പമില്ല, മര്യാദയ്ക്ക് ഭരിക്കണം. അത് SNDPക്കാരായിട്ടുള്ള
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ സഹായിക്കാനാണ് ഈ SNDP യോഗം, അല്ലാതെ സ്വന്തം പള്ള വീർപ്പിക്കാനല്ല. പിന്നെ വെട്ടിക്കിളികൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പാടിപ്പാടി നടക്കാം. കോടതി മൊത്തം ഹരിച്ചും കുണിച്ചും കൂട്ടിയും കുറച്ചുമൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം ഈ തീരുമാനത്തിലെത്തിയത്. കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് കൊടുക്കണം. ഈ ജപ്തിയാകുന്ന എങ്ങനെ ഈ ആസ്ഥാന മന്ദിരമൊക്കെ പുള്ളിയുടെ ഭരണമികവാ? ചുമ്മാതെ നശിപ്പിച്ചോളുക. പുള്ളി ഇതുപോലെ അന്നത്തെയൊക്കെ ഇതുപോലെ യൂത്ത് മൂവ്മെൻറ്റുകാരെയും SNDPക്കാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നകളിച്ച് ഡയലോഗുകളൊക്കെ അടിച്ചു നടന്നു. അല്ലാതെ പുള്ളിക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ. കഴിവുണ്ടെങ്കിൽ പുള്ളി അത് തെളിയിച്ച് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് പുള്ളി വരട്ടെ, പുള്ളിക്ക് വരാൻ പറ്റുമെങ്കിൽ പുള്ളി വരട്ടെ. വന്നു കഴിഞ്ഞാൽ അതിന് ആര് കയറിയാലും എല്ലാ അംഗങ്ങൾക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ളൊരു ഇത്, ഇനി അത് ബൈലോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ജയിച്ചു വരട്ടെ, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യട്ടെ. അല്ലാതെ നമ്മളെ അപ്പനും മോനും മോളും അമ്മയും എല്ലാവരും കൂടിയൊരു ട്രസ്റ്റും മാതിരിയും പിന്നെ നമ്മൾ പറയുന്ന ആൾ തന്നെ വോട്ട് ചെയ്യുന്ന പരിപാടി, അതൊക്കെ അങ്ങ് മാറ്റണം. അതൊക്കെ മാറ്റി കഴിയുമ്പോൾ ജനാധിപത്യമല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ഇതുണ്ടാകാൻ അതിനുവേണ്ടി കോടതിയിൽ ആരെങ്കിലും പോകുന്നതാണ് നല്ലത്. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ളത്, അംഗത്വം എടുത്തേക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം ഇത്രയും സംസ്ഥാനത്ത് വോട്ട് നടക്കുന്നില്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതിന് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു അവസരം കൂടി ഇനി ഉണ്ടാക്കിയെടുക്കാൻ കോടതി തന്നെ ഇടപെടണം. ആരെങ്കിലുമൊക്കെ അതിന് കോടതി പോകണം. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചോദിക്കാനും പറയാനുള്ള ആര് കയറിയാലും നമുക്ക് ചോദിക്കാനും പറയാനുള്ള അവകാശമുണ്ട്. 5 വർഷമോ ആളും കൊടുക്കുക, 5 വർഷം കൊണ്ടൊന്നും ചെയ്യുന്നില്ല, അവനെ എടുത്ത് മാറ്റാം. അപ്പോൾ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഇങ്ങനെ സ്വാമിയൊക്കെ ചെറിയ വിളിച്ചിങ്ങനെ നടന്നു. സ്വാമി നല്ലവനാണെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. ഇനി പിന്നെ ഉടനെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിയെ പെണ്ണുപിടിയനും അവരൊക്കെ ആക്കേണ്ട കാര്യമില്ല. പുള്ളി നല്ലപോലെ എഫർട്ട് എടുത്തിട്ടാണ് ഇത്രയും ആളവിടെ കൂടുന്നതും ഈ SNDP എന്താണെന്ന് പോലും ചില ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങിയത്. അപ്പം ചീത്ത വിളിക്കുന്നവരൊക്കെ വിളിച്ചു. നല്ല കാലം ഇനിയും വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം SNDPക്ക്.